നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് വീണ്ടും വൻ മണൽ വേട്ട. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് 140 ലോഡ് മണൽ പിടിച്ചു. അടുക്കത്ത് ബയലിൽ ടെമ്പോയും ഓട്ടോയും കൂട്ടിയിടിച്ച് ഡ്രൈവർ മരിച്ചു. മരിച്ചത് ഗുഡ് ഡേ ടെമ്പിളിന് സമീപത്തെ രവി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾക്ക് മേലുള്ള ജപ്തി നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പോലീസ് ധിക്കാരപരമായി പെരുമാറുന്നുവെന്ന് ആക്ഷേപം. ആദൂർ സ്റ്റേഷന് മുന്നിൽ യൂത്ത് ലീഗ് ധർണ. ശില്പങ്ങളിൽ കൗതുകം, വിസ്മയം തീർത്ത് ബിജു. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരത്ത് വീണ്ടും വൻ മണൽ ശേഖരം പിടിച്ചു. ശനിയാഴ്ച രാവിലെയാണ് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും മണൽ പിടിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും 140 ലോഡ് മണലാണ് കണ്ടെടുത്തത്. മഞ്ചേശ്വരം കിതമ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അനധികൃതമായി കൂട്ടിയിട്ട 140 ലോഡ് മണലാണ് പോലീസ് പിടിച്ചത്. കുമ്പള CI KP സുരേഷ് ബാബു, മഞ്ചേശ്വരം SI P പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും റവന്യൂ അധികൃതരും നടത്തിയ പരിശോധനയിലാണ് മണൽ ശേഖരം കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മണൽ പിടിച്ചത്. 2 ദിവസം മുമ്പും സമാനമായ സംഭവം മഞ്ചേശ്വരത്ത് അരങ്ങേറിയിരുന്നു. അന്നും അനധികൃതമായി വീട്ടുപറമ്പിൽ നിന്നും വൻ മണൽ ശേഖരമാണ് പിടിച്ചത്. രാത്രികാലങ്ങളിൽ ടിപ്പർ ലോറികളിൽ മണൽ കൊണ്ടിറക്കുന്നത് മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായിട്ടുണ്ട്. ഉയർന്ന വിലയ്ക്ക് കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ലോഡ് കണക്കിന് മണൽ കൊണ്ടിറക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ചെക്ക് പോസ്റ്റിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് ഇത്തരക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. ഓട്ടോയിൽ ലോറിയിടിച്ച് ഓട്ടോ ഡ്രൈവറായ യുവാവ് മരിച്ചു. ശനിയാഴ്ച രാവിലെ താളിപ്പടപ്പിലാണ് അപകടം നടന്നത്. മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ഓട്ടോയിൽ ലോറിയിടിച്ച് കുമ്പടാജെ മൊട്ടക്കുഞ്ച സ്വദേശിയായ യുവാവ് മരിച്ചു. പാൽ വിതരണക്കാരനായ ഓട്ടോ ഡ്രൈവർ രവിയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ ദേശീയപാതയിൽ താളിപ്പടപ്പിലാണ് ദാരുണമായ ഈ അപകടം ഉണ്ടായത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മാലിന്യവുമായി പോവുകയായിരുന്ന മിനി ലോറിയാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രവിയെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ വഴിമധ്യേയാണ് മരിച്ചത്. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരാണ് രവിയെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മംഗലാപുരത്തേക്കും കൊണ്ടുപോയത്. പൊതുവെ സൗമ്യനായ രവി ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. കാന്തപ്പ പൂജാരി വിലാസിനി ദമ്പതികളുടെ മകനാണ് രവി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾക്ക് മേലുള്ള ബാങ്കുകളുടെ ജപ്തി നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ദുരിതബാധിതർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കാർഷിക കടാശ്വാസം സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കോടതി ഉത്തരവ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മേലുള്ള ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഒക്ടോബർ 29-നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ അവഗണിച്ചുകൊണ്ട് ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ടു പോയപ്പോൾ ഉത്തരവിന്റെ പകർപ്പ് സഹിതം ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കളക്ടർ ലീഡ് ബാങ്ക് മാനേജർക്കും സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകിയിരുന്നു. കളക്ടറുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ബാങ്കുകൾ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചെങ്കിലും ബാങ്കുകൾ നടപടികളുമായി പോകുന്ന സന്ദർഭത്തിലാണ് ഇരകളാക്കപ്പെട്ടവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് കോടതി ഇവർക്കെതിരെ എടുക്കുന്ന നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള താൽക്കാലികമായ ഒരു സ്റ്റേ അനുവദിക്കുകയുണ്ടായി. എങ്കിലും ബാങ്കുകൾ ജപ്തി നടപടികളും അതുപോലെ തന്നെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കോടതിയുടെ തീരുമാനത്തെ ലംഘിക്കുന്ന തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ ബാങ്കിനും വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിനുമെതിരെയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പരാതി ഉയർന്നിരിക്കുന്നത്. വെള്ളൂരിൽ മാത്രം ഏതാണ്ട് 60ഓളം പേർക്ക് ഇതിനകം തന്നെ ഈ 2 ബാങ്കുകളിൽ നിന്നായി ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിന് പരിഹാരമായില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ബാങ്കുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതർ പറയുന്നു. ആദൂർ പോലീസ് ധിക്കാരപരമായി പെരുമാറുന്നുവെന്ന് ആക്ഷേപം. യൂത്ത് ലീഗ് പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം നടത്തിയത്. ആദൂർ പോലീസിന്റെ മാഫിയ ഭരണം അവസാനിപ്പിക്കുക, പൊതുപ്രവർത്തകരോട് മാന്യമായി പെരുമാറുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത്. ആദൂർ പോലീസ് സ്റ്റേഷനിലെ മാഫിയ ബന്ധം അവസാനിപ്പിക്കുക.
പോലീസിന്റെ പക്ഷപാത നടപടികൾ അവസാനിപ്പിക്കുക. അരിമട്ടിമറിക്കാനല്ല, മാളിക തച്ച് തകർക്കാനല്ല. ധർണാ സമരം സിന്ദാബാദ്. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പൊതുപ്രവർത്തകരോട് ആദൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുകയാണെന്നും ആദൂർ പോലീസിനെ മണൽ ഭൂമി മാഫിയകളാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. LBS കോളേജിലെ വിദ്യാർത്ഥികളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയാണെന്നും അവരെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നും പ്രവർത്തകർ പറഞ്ഞു. സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണാ സമരത്തിൽ പ്രതിഷേധം ഇരമ്പി. പരിപാടി നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ആദൂർ പോലീസ് സ്റ്റേഷന് എന്തോ ഒരു കൂടോത്രം ആരോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഇത് പറയുന്നത്, ഇവിടെ വരുന്ന SI-മാർ ഈ ജനങ്ങളോട് മാത്രമല്ല ഇടഞ്ഞു നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ SI ആയാലും ഇതിന് മുമ്പ് ഇടേണ്ട SI ആയാലും ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറുമായി നല്ല ബന്ധത്തിലായിരുന്നു. ഇവിടുത്തെ DYSP-മാരുമായി ഇവിടുത്തെ SI-മാർ നല്ല ബന്ധം, ഇപ്പോഴുള്ള SI ആയാലും മുമ്പത്തെ SI ആയാലും നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ ആരോ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് മാറ്റി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SI-യുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കറുത്തതോ വെളുത്തതോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതോ ആണ് എന്ന് ഒരു MLA-ക്ക് ഇതുവരെ അറിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നാണക്കേട് എനിക്കോ SI-ക്കോ നിങ്ങൾ തീരുമാനിച്ചോ എന്ന് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുണ്ട്. ഇബ്രാഹിം ബേർക്ക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സന്തോഷ് നഗർ സ്വാഗതം പറഞ്ഞു. BK അബ്ദുൽ സമദ്, അബ്ദുള്ള കുഞ്ഞി ചെറുകള, മുഹമ്മദ് കുഞ്ഞി കടവത്ത്, നാസർ ചായൻ്റടി, അഷ്റഫ് എടനീർ, സലീം ചെറുകള, CT റിയാസ്, മാലിക് ചെങ്കള, ഷൗക്കത്ത് പടുവടുക്ക, മനാഫ് എടനീർ, NA താഹിർ, MCA ഫൈസൽ, മുനവ്വർ തബ്ഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഞ്ചേശ്വരം പൊസോട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു. 4 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. വെള്ളിയാഴ്ച വൈകിട്ടാണ് അപകടം നടന്നത്. മഞ്ചേശ്വരം പൊസോട്ട് ജുമാ മസ്ജിദിന് സമീപത്തായിരുന്നു അപകടം. തൊക്കോട്ട് സ്വദേശികളായ നാരായണൻ, ധൻരാജ്, രമേശ്, ദിനേശ് തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ധൻരാജിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. എല്ലാവരെയും മംഗലാപുരത്തെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 പേരും സഞ്ചരിച്ച കാറിൽ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ലോറി ക്രെയിൻ കൊണ്ടുവന്നാണ് നീക്കിയത്. ക്രെയിൻ ഉപയോഗിച്ച് ലോറി നീക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു. കുഞ്ചത്തൂരിലെ സദ്ദാമിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇദ്ദേഹത്തെയും മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനറൽ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ അജീഷിന് ജനമൈത്രി പോലീസിന്റെയും നാട്ടുകാരുടെയും സ്നേഹാദരം. നവംബർ 12-ന് കുത്തേറ്റ് ജീവച്ഛവമായ ഓട്ടോ ഡ്രൈവർ സന്ദീപിനെ രക്ഷിക്കാൻ സഹായിച്ചതിനാണ് ആദരവ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ ഉപഹാരം നൽകി. കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ഓട്ടോ ഡ്രൈവറായ സന്ദീപിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അതിവേഗം എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിച്ചതിനാണ് ജനറൽ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറായ V അജീഷിനെ ജനമൈത്രി പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആദരിച്ചത്. ഇങ്ങനെ ഒരു വ്യത്യാസം ഇതുവരെ ഇല്ലാത്ത ഒരു വ്യത്യാസം കാസർഗോഡിൽ ഈ സംഭവത്തോടെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ സാധാരണത്തിൽ ഹർത്താൽ ഉണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അത് മൊത്തം ഒഴിവാക്കി കിട്ടി. ഇങ്ങനെ ഒരു 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 പ്രോഗ്രസീവ് ഒരു ചിന്താഗതി, ഒരു വികസന ചിന്താഗതി കാണിച്ച മുഴുവൻ നാട്ടുകാരനെ കുത്തേറ്റ് അബോധാവസ്ഥയിൽ രക്തം വാർന്നുകൊണ്ടിരുന്ന സന്ദീപിനെ 26 മിനിറ്റ് കൊണ്ടാണ് അജീഷ് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അജീഷിനോടൊപ്പം ആംബുലൻസ് ഉണ്ടായിരുന്ന മറ്റു 2 ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. നവംബർ 12 രാത്രി 2 മണിയോടെയാണ് സന്ദീപിനെ കുത്തേറ്റ നിലയിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് കണ്ടത്. പോലീസ് എത്തി സന്ദീപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്ഥിതി ഗുരുതരമായി തുടരുകയായിരുന്നു. ഈ സമയത്താണ് അജീഷിന്റെ ആംബുലൻസിൽ സന്ദീപിനെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയത്. ആശുപത്രി ജീവനക്കാരായ കിഷോറും സഫ്വാനും മണികണ്ഠനും ആംബുലൻസിലുണ്ടായിരുന്നു. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ സന്ദീപ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. നീലീശ്വരം പള്ളിക്കര സ്വദേശിയാണ് അജീഷ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ ഉപഹാരം നൽകി. CA PK സുധാകരൻ, SI അമ്പാടി തുടങ്ങിയവരും സംബന്ധിച്ചു. KSRTC കാസർഗോഡ് ഡിപ്പോയെയും ജീവനക്കാരെയും അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് INTUC രംഗത്ത്. ആയുധപൂജയെ വിവാദ പൂജയാക്കി ചിത്രീകരിച്ചത് CITU-കാരാണെന്നും INTUC നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
മഹാനവമിയുടെ ഭാഗമായി വർഷങ്ങളായി വിശ്വാസികളായ ജീവനക്കാരുടെ സഹകരണത്തോടെ നടത്തിവരാറുള്ള ആയുധ പൂജയെ വിവാദ പൂജയായി ചിത്രീകരിച്ച് കാസർഗോഡ് KSRTCയെയും ജീവനക്കാരെയും അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് INTUC നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് CITU നേതാക്കളാണ്. CITUവിൽ നിന്നും ചിലർ INTUCയിൽ ചേർന്നിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആയുധ പൂജയെ വിവാദ പൂജയാക്കി അപമാനിക്കാനുള്ള ശ്രമം. ഇതിന് ചില മാധ്യമങ്ങൾ കൂട്ടുനിന്നതും അപലപനീയമാണെന്നും നേതാക്കൾ പറഞ്ഞു. INTUCയിൽ ചേർന്നവരെ മാനസികമായി തളർത്തുവാനുള്ള ശ്രമവും ഇതിനിടെ നടക്കുകയുണ്ടായി. ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ പൈസ കൊണ്ടല്ല ഇത് നടത്തുന്നത്. തൊഴിലാളികൾ 100-200 രൂപ വീതിച്ചെടുത്ത് അതിൽ INTUCക്കാരനും BMSകാരനും CITUകാരനും ഒന്നിച്ചാണ് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ മുതലെടുപ്പിന് വേണ്ടി അവർ നേരെ ഈ ഒരു മാസം മുമ്പ് നടന്ന കാര്യങ്ങൾ, ഒരു മാസത്തിന് കൂടുതൽ മുമ്പ് നടന്ന കാര്യങ്ങൾ ഇന്നലെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് മാധ്യമങ്ങൾക്ക് ആണ് ആദ്യം കൊടുത്തത്. അപ്പം നമ്മൾ കേരളത്തിൽ അങ്ങും ഇങ്ങോളമുള്ള ട്രാൻസ്പോർട്ട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങൾക്കടക്കം ഒരു അപമാനം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും അതുപോലെ നമ്മളെ ഷെയ്ഡും കാണിച്ചു. അതാണ് ഞങ്ങളെയും ഞങ്ങളുടെ ഇതിനെയും വേദനിപ്പിച്ച കാര്യം. വാർത്താ സമ്മേളനത്തിൽ വേണുഗോപാലൻ, PV ഉദയകുമാർ, MV പത്മനാഭൻ, VS ശരത്കുമാർ, ഗംഗാധരൻ നായർ എന്നിവർ പങ്കെടുത്തു. മഞ്ഞമ്പാറ മജ്ലിസിൽ സഖാഫിയ റാത്തിബ് വാർഷികം ഡിസംബർ 1 മുതൽ 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് 3 ദിവസത്തെ മതപ്രഭാഷണവും സംഘടിപ്പിക്കുന്നു. ഡിസംബർ 3-ന് കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ ആത്മീയ കേന്ദ്രമായ മഞ്ഞമ്പാറ മജ്ലിസിൽ സഖാഫിയ റാത്തീബ് വാർഷികയും ത്രിദിന മതപ്രഭാഷണവുമാണ് ഡിസംബർ 1 മുതൽ 3 വരെ നടക്കുന്നത്. ഡിസംബർ 1-ന് നടക്കുന്ന മഖാം സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമാകും. സയ്യിദ് ഹസൻ ആറ്റക്കോയത്തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന പരിപാടി സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ നിരവധി പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും. ഡിസംബർ 3-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് മുഹമ്മദ് അഷ്റഫ് മദനി, അസഖാഫ് തങ്ങൾ, അബ്ദുൽ ഖാദർ മദനി, അബ്ദുൽ ഖാദർ സഹദി, NKM മൽഹരി, ബിളിഞ്ച തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന വിധത്തിൽ വില്ലകൾ നിർമ്മിച്ചു നൽകുന്ന ഷാ ബിൽഡേഴ്സിന്റെ 2ാമത്തെ സംരംഭം ഉപ്പളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രീൻ കാസിൽ വില്ലാസ് എന്ന് പേരിട്ട ഈ സ്ഥാപനം വില്ല നിർമ്മാണ രംഗത്തെ പ്രമുഖരാണ്. ഉപ്പള ഹനഫി നഗറിലാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. ഉപ്പള ഹനഫി ബസാറിൽ ഷാ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്സിന്റെ 2ാമത് സംരംഭം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രീൻ കാസിൽ വില്ലാസ് എന്ന് പേരിട്ട ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ നിർവഹിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി. നെല്ലിക്കട്ടയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വൈറ്റ് ഫോർട്ട് വില്ലയാണ് ഇവരുടെ പ്രഥമ സംരംഭം. ഉപ്പള ദേശീയപാതയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ചെറുകോളി ഗ്രാമത്തിലാണ് വില്ലകളുടെ പ്രൊജക്ട് നടക്കുന്നത്. സാധാരണക്കാർക്കും ധനികർക്കും ഒരേപോലെ ഉപകരിക്കുന്ന രീതിയിലാണ് വില്ലകൾ നിർമ്മിച്ചു വരുന്നത്. വില്ല നിർമ്മാണ രംഗത്തെ ഉത്തര കേരളത്തിലെ പ്രശസ്തമായ സ്ഥാപനമാണ് ഷാ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ദാരുശില്പം തീർത്ത് ശ്രദ്ധേയനാവുകയാണ് നീലേശ്വരം സ്വദേശി ബിജു. കേരളത്തിനകത്തും പുറത്തും നിരവധി കമനീയ രൂപങ്ങൾ ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ക്ലായിക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദാരുശില്പം ഒരുക്കുകയാണ് ബിജു. ക്ഷേത്ര ശ്രീകോവിലുകൾ, സോപാനം എന്നിവിടങ്ങളിൽ വ്യാളിമുഖം, കിംപുരുഷൻ തുടങ്ങി ദാരുശില്പരംഗത്തെ പ്രഗത്ഭർ കൈവയ്ക്കുന്ന ശില്പങ്ങളൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ബാംഗ്ലൂരിൽ നിന്നും ശില്പനിർമ്മാണത്തിൽ പ്രാവീണ്യം നേടിയ ബിജു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്റെ വൈഭവം തെളിയിച്ചു കഴിഞ്ഞു.
എല്ലാ മതക്കാരുടെയും ആരാധനാലയങ്ങളിൽ ബിജു തന്റെ കരവിരുത് തെളിയിച്ചിട്ടുണ്ട്. മരത്തിനു പുറമെ കരിങ്കലിലും വെണ്ണക്കല്ലിലും മനോഹരമായ ശില്പങ്ങൾ ഒരുക്കും. ഇത് മരപ്പണി ഇപ്പം ശങ്കരേട്ടനെ ഇപ്പം നമ്മളെ ഏൽപ്പിച്ചത് കൊത്തുപണീൻ്റെ. അപ്പോൾ അതിന് 3 മാസത്തോളമായി ഇപ്പം കൊത്തുപണീൻ്റെ ഉള്ള വ്യാളിമുഖം ഇപ്പം ഫിനിഷായി വരുന്നു. പിന്നെ ബാക്കിയുള്ള പണിയിൽ കുറച്ച് തെയ്യങ്ങളാവാനുണ്ട്, പാവ അതായിക്കാനുണ്ട്. പിന്നെ നീലേശം തളിലമ്പൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൂർ വയലിലക്കോട്ടം ചെയ്തിട്ടുണ്ട്. പിന്നെ ബോംബെയിൽ മുത്തപ്പൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടുപ്പിയിൽ പൊണ്ണാവൂർ അവിടെ രഥത്തിൻ്റെ പണിയുണ്ടായിരുന്നു. ഒറ്റക്കല്ലിലും ഒറ്റമരത്തിലും തീർത്ത ശില്പങ്ങളും ശ്രദ്ധേയമാണ്. 10 വർഷമായി ശില്പനിർമ്മാണം നടത്തുന്ന ബിജു കേരളം, മുംബൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ ശില്പ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ക്ലായിക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദാരുശില്പം ഒരുക്കുന്ന തിരക്കിലാണ് ബിജു ഇപ്പോൾ. സംസ്ഥാനതല IT പ്രവൃത്തി പരിചയമേളയിൽ മികച്ച വിജയം നേടിയ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി. വിദ്യാർത്ഥികളുടെയും സ്കൂൾ ജീവനക്കാരുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടി. സംസ്ഥാനതല IT പ്രവൃത്തി പരിചയമേളയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്വീകരണം നൽകിയത്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരുടെയും PTA-യുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. പ്രവൃത്തി പരിചയമേളയിൽ നാടിന് തന്നെ അഭിമാനമായി മാറിയ ഡോണ എലിസബത്ത്, സോഹുൽ രാജീവ്, ഹഫ്ന, ഫാത്തിമ എന്നീ കുട്ടികൾക്കാണ് അനുമോദനം നൽകിയത്. സ്കൂൾ PTA പ്രസിഡന്റ് അഹമ്മദ് കിർമാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് കുഞ്ഞാമിന, പ്രിൻസിപ്പൽ ഉഷാകുമാരി, IT കോർഡിനേറ്റർ രമണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് പ്രവീണ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബാലചന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംസ്ഥാനതല IT മേളയിൽ സ്കൂളിലെ കുട്ടികൾ IT പ്രൊജക്ട് അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ഒരു വൈറൽ ഫീവർ എന്ന ഡോക്യുമെന്ററിയും അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയ യുവതലമുറയുടെ ലഹരി. ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇന്നത്തെ കൈകളിലെ വിരൽത്തുമ്പിൽ വിസ്മയം വിരിയിക്കുന്ന കാഴ്ചകൾ. ആശയവിനിമയത്തിന് കത്തുകളെ ആശ്രയിച്ചിരുന്ന കാലത്തു നിന്നും ലാൻഡ് ഫോണും പേജറും മൊബൈൽ ഫോണും കടന്ന് സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുകയാണ് നവകാലം. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് സമാപിച്ചു. കെട്ടിട നിർമ്മാണ നിയമങ്ങളിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ട സംരക്ഷണ നിയമങ്ങൾ, നെൽവയൽ നികത്തൽ, തീരസംരക്ഷണ നിയമം, കെട്ടിട നിർമ്മാണ നിയമങ്ങളുടെ അപാകതകൾ എന്നിവയാണ് നിർമ്മാണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് നേതാക്കൾ പറഞ്ഞു. ലെൻസ്ഫെഡ് 9ാമത് ജില്ലാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് കൂടി ഇടപെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലെൻസ്ഫെഡ് കാണിച്ചിട്ടുള്ളത്. ഞാൻ ആ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2001 ഒക്ടോബർ മാസം 2-ാം തീയതി എൻ്റെ 1ാം വർഷത്തിൽ കേരളത്തിൽ ആദ്യമായി ഏകദിന പെർമിറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് മാറാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ പലരും മന്ത്രി സാർ പാലക്കാട് മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ ആ സംവിധാനം നിങ്ങളുടെ സംഘടനയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ നല്ല സഹകരണത്തോടുകൂടി ആ ഉദ്ഘാടന ചടങ്ങ് നല്ല ഗംഭീരമാക്കി മാറ്റി. ലെൻസ്ഫെഡിൻ്റെ ബാലവേളക്ക് വന്നു. ഇപ്പോഴും ഞാൻ നോക്കിയാണ് അന്നത്തെ ജില്ലാ ബാലവേളക്ക് വന്നു. അന്ന് ലെൻസ്ഫെഡ് ഏതാണ്ട് ഒരു പിച്ചവച്ച് വരുന്ന കാലമാണ്. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സജി മാത്യുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി TCV ദിനേശ് കുമാർ, ഇബ്രാഹിം പുനത്തിൽ, പ്രകാശ് PT, CS വിനോദ് കുമാർ, അശോകൻ കല്ലുവളപ്പിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി M വിജയൻ സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ തോമസ് KJ നന്ദിയും പറഞ്ഞു. ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ നഗരത്തിന് വേറിട്ട അനുഭവമായി. സജി മാത്യു, M വിജയൻ, ഗോപാൽ VV, CS വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിളംബര ജാഥ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം സ്ഥാപക പ്രസിഡന്റ് MCV ഭട്ടതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് പി സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ ചടങ്ങ് നടന്നത്. കേരള സിറ്റിസൺസ് ഫോറം സ്ഥാപക പ്രസിഡന്റായിരുന്ന MCV ഭട്ടതിരിപ്പാടിന്റെ അനുസ്മരണ ചടങ്ങ് നടന്നു.
കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ പരിപാടി നടന്നത്. നഗരസഭാ ചെയർമാൻ വി രമേശൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാടിൻ്റെ മനുഷ്യസ്നേഹി വിശേഷിപ്പിക്കാവുന്ന മാമ്പള്ളി പ്രിയപ്പെട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീട്ടിൽ വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തിന് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം എല്ലാവരും. KCF മുൻ ജനറൽ സെക്രട്ടറി കെ മാധവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘടനാ പ്രവർത്തനം, സർക്കാർ ആനുകൂല്യങ്ങളും നടപടികളും എന്നീ വിഷയങ്ങളിൽ കെ സുകുമാരൻ മാസ്റ്റർ, ജോർജ് വർഗീസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. KCF ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും KCF ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് വീണ്ടും വൻ മണൽവേട്ട. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് 140 ലോഡ് മണൽ പിടിച്ചു. അടുക്കത്ത് ബയലിൽ ടെമ്പോയും ഓട്ടോയും കൂട്ടിയിടിച്ച് ഡ്രൈവർ മരിച്ചു. മരിച്ചത് ഗുഡ്ഡേ ടെമ്പിളിന് സമീപത്തെ രവി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾക്കുമേലുള്ള ജപ്തി നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പോലീസ് ധിക്കാരപരമായി പെരുമാറുന്നുവെന്ന് ആക്ഷേപം. ആദൂർ സ്റ്റേഷന് മുന്നിൽ യൂത്ത് ലീഗ് ധർണ. ശില്പങ്ങളിൽ കൗതുകം, വിസ്മയം തീർത്ത് ബിജു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.